ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പായസം ഉണ്ടാക്കി പഠിക്കാൻ റെഡിയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ചക്ക കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ഒന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇത് ചക്കച്ചുളയാണ്. ഒരു കിലോ ഉണ്ടാവും ഏകദേശമാണ്. അപ്പോൾ ആ ഒരു ചക്കച്ചുള നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് അടിച്ചെടുത്താണിത്. അപ്പോൾ ഈ ചക്കച്ചുള നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നെയ്ക്കകത്ത് ചക്ക നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേണം ഈ ചക്ക കിടന്ന് വെന്ത് വരാൻ കേട്ടോ. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് നമുക്ക് ചക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഇതിനകത്ത് ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഇതുമായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് 2ാം പാലൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 കിലോ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്ക് ശർക്കര കിട്ടിയില്ല, ഞാൻ ശർക്കര അന്വേഷിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ഇടുന്നത്. ശർക്കര ഉണ്ടെങ്കിൽ അത് ശർക്കര പാനിയായിട്ട് ആഡ് ചെയ്താൽ മതി ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴവും 2ാം പാലും അതുപോലെ പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1ാം പാൽ ആഡ് ചെയ്യണം. 1ാം പാൽ ആഡ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1ാം പാൽ ആഡ് ചെയ്ത് പിന്നെ ഒരിക്കലും തിളപ്പിക്കല്. നമ്മുടെ പായസം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് വേണം 1ാം പാൽ ഒഴിക്കാൻ. അപ്പോൾ നമുക്കിത് വാങ്ങി വെച്ച് ഇതിലേക്ക് ഇനി 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പണിയും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ തേങ്ങാപ്പാൽ, അതായത് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിലേക്കൊന്ന് നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏലക്ക പൊടിച്ച് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരിയൊക്കെ ഇന്ന് വറുത്ത് കൊടുക്കാൻ വേണ്ടി പാൻ വയ്ക്കാം. പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യിൽ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പം ഇല്ലെങ്കിലിപ്പം ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമുക്കിപ്പം വേറെ രക്ഷയില്ലല്ലോ. നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസത്തിന് എപ്പോഴും നെയ്യ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതായത് മുന്തിരി. അപ്പോൾ നമുക്കിതിന് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി വറുത്ത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ കാഷ്നട്ടാണ്. അപ്പോൾ ഈ കാഷ്നട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ചുട്ടെടുത്തതാണ്. അതായത് നമ്മുടെ പറമ്പിലുണ്ടായ കശുവണ്ടി ചുട്ടെടുത്തതാണ്. ചുട്ട് നമ്മളതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ കളഞ്ഞെടുത്താണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസമല്ല എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഉപ്പുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വേണ്ട, ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മധുരവും എല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. പായസം നമുക്ക് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും കേട്ടോ. ഇതിനും തിക്കാവണം നിങ്ങൾ ചവ്വരിയോ
ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഇപ്പം തന്നെ തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സെറ്റായ പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് തിക്കായി പോകല്ലേ. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോരി കുടിക്കാൻ സ്പൂണില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കുടിച്ചത് കേട്ടോ. പൊളി സാധനമാണ്. ഞാൻ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം, എളുപ്പമല്ലേ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എല്ലാവരും പഠിച്ചോട്ടെ, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.